ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷൈഗാസ് കിച്ചൻ. ഇന്നത്തെ റെസിപ്പി ചെട്ടിനാട് ചിക്കൻ കറിയാണ്. വളരെ ട്രഡീഷണലായിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ചെട്ടിനാട് ചിക്കൻ കറി തയ്യാറാക്കുന്നത് നോക്കാം. ഇതിൻ്റെ മസാലകളൊക്കെ നമ്മൾ ഇതിൽ തന്നെ ചെയ്യുന്നതാണ്. പൊടികൾ പുറത്തുനിന്ന് വാങ്ങുന്ന പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം. ഇപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം ഇതിൻ്റെ മസാല എന്ന് പറയുന്നത്. ഇത്രയൊക്കെ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തൊന്ന് പൊടിക്കുകയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും ഒറിജിനലായിട്ട് വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം 3 ടീസ്പൂൺ മല്ലിയാണ്. 3 ടീസ്പൂൺ മല്ലി. അത് കറക്റ്റ് അളവായിരിക്കണേ, കാരണം നമ്മൾ ഇതിൽ അളവ് വ്യത്യാസം വന്നാൽ നമ്മുടെ മസാല ഒരുമാതിരി ടേസ്റ്റ് ഉണ്ടാവും. 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ജീരകം, അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവ. അധികം ആവരുത്. പിന്നെ എരിവിന് ആവശ്യത്തിന് ഞാൻ കുരുമുളക് 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. കാരണം വറ്റൽമുളകും കൂടി ആകുമ്പം ഒരുപാട് അങ്ങ് എരിവായി പോണ്ട. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കുരുമുളക് ചേർക്കാം. അപ്പോൾ അതിലേക്ക് ബാക്കി 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതേപോലെ 1 ടീസ്പൂൺ കടലപ്പരിപ്പ്. അപ്പോൾ അതും നിങ്ങളെ ഇഷ്ടം അങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുഴപ്പമില്ല. അതേപോലെ ഉണക്കമുളക് ആവശ്യത്തിന്, കുറച്ച് കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ തേങ്ങ. ഇത്രയൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിന് മാത്രം മസാലകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കൂട്ടുകയൊക്കെ ചെയ്യുക. ബാക്കിയൊക്കെ കറക്റ്റ്, നമ്മൾ അളവ് കറക്റ്റ് ആയിരിക്കണം. 1 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇത് ഞാൻ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി എല്ലാം ഒരുമിച്ച് ചേർക്കരുത്. ഞാൻ ആദ്യം മല്ലി, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ചേർത്ത് കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് എടുത്ത് വെച്ചാൽ കുരുമുളകും കൂടി ചേർത്ത് ഒന്ന് ഒരു പകുതി ഫ്രൈ ആകുമ്പോൾ നമുക്കിതിലേക്ക് ജീരകവും ഉലുവയൊക്കെ ചേർക്കുക. കാരണം അത് ആദ്യമേ ചേർത്താൽ അങ്ങ് കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊന്നൊരു പകുതി ഒന്ന് കളറൊന്ന് മാറി വരുമ്പോൾ മാത്രം, കാരണം അത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്നും നമ്മളെ കളറൊന്ന് മാറി വരുമ്പോഴാണ് അതിലേക്ക് ജീരകവും ഉലുവയും പെരുംജീരകവും ചേർക്കുന്നത്. ഉലുവയൊന്നും അധികം കൂടാൻ പാടില്ല, കാരണം ഉലുവയൊക്കെ കുറച്ച് കൂടുമ്പോൾ തന്നെ കയ്പ്പ് വരും. ഇപ്പം ഞാൻ ഇതിലേക്ക് എള്ളെണ്ണ യൂസ് ചെയ്യുന്നത് പോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ അതേപോലെ നമ്മൾ കുറച്ചൊന്ന് നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുക, വറ്റൽ മുളക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് കരിഞ്ഞ് പോകരുത്. നമ്മൾ ഈ കടലപ്പരിപ്പിൻ്റെ ഉഴുന്നുപരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗണാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തന്നെ ചിക്കൻ കറി റെഡിയാക്കാം. പിന്നെ സിമ്പിളാണ്, കാരണം നമ്മൾ ഇതൊന്ന് പൊടിക്കുക, ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഒരുപാട് തണുക്കണം. ഒരു ഇളം ചൂടോട് കൂടി തന്നെ പൊടിക്കുമ്പോൾ പെട്ടെന്ന് നൈസായിട്ട് പൗഡറായി വരും. അതിന് ശേഷം നമുക്ക് ഇത് പൊടിച്ചതിന് ശേഷം ഒരുമിച്ച് ഇട്ടിട്ട് പൊടിക്കുക. കാരണം തേങ്ങ ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി. കാരണം തേങ്ങ ചേർക്കുമ്പോൾ ഇത് പൗഡറായിട്ട് വരില്ല, നല്ല നൈസ് പൗഡറായിട്ട് വരില്ല. ആദ്യം ഇതൊന്ന് നമുക്ക് പൊടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങയിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുക്കുക. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല പൗഡറായി കിട്ടും. അതുപോലെ ഇതേപോലെ നല്ല പേസ്റ്റായി അരച്ചെടുക്കുക. ഇനി ഞാനൊരു കടായി ഗ്യാസിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ലെണ്ണയെ ചേർത്ത് കൊടുക്കുന്നത്. RGയുടെ നല്ലെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. RGയുടെ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ചോയ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ ചെയ്യുക. ഞാൻ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് സ്പൈസസിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക്. നമ്മൾ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. 1 കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക, അതേപോലെ സ്റ്റാർ, 1.5 പീസ് ബേ ലീവ്സ്. ഇതൊന്ന് എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള ചെട്ടിനാട് ഡിഷാണ് വേണ്ടെങ്കിൽ നമുക്ക് കൽപ്പാസി എന്ന് പറഞ്ഞ സ്റ്റോൺ ഫ്ലവർ എന്ന് പറഞ്ഞ സാധനം ചേർത്ത് കൊടുക്കണം. ഈ സമയം, അതായത് സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത്. കാരണം അത് ചേർക്കുമ്പോഴാണ് നല്ലൊരു സ്മെല്ലുണ്ടാവും. നമ്മളൊരു ചെട്ടിനാട് ഡിഷിനൊക്കെ നമ്മൾ സാധാരണ ചേർക്കുന്നതാണ്. അപ്പം നല്ലൊരു സ്മെല്ലുണ്ടാവും. ഞാനിവിടെ 2-3 കടകളിൽ അന്വേഷിച്ചു, പക്ഷെ അത് കിട്ടിയില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് വാങ്ങിക്കാം, ഇല്ലെങ്കിൽ ഈ നമ്മൾ ആയുർവേദ മരുന്ന് കടകളൊക്കെ ചോദിച്ചാൽ നമുക്കത് കിട്ടും. അത് ചേർക്കുമ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. ഇതേപോലെ നല്ല സ്പൈസസൊക്കെ നല്ല മൂത്ത്, നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല എണ്ണയിൽ കിടന്ന് മൂത്ത് വരുമ്പോൾ ആ സ്മെല്ലൊന്നും മാറി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം. ഇപ്പം ഞാൻ ഇതേപോലെ ഇഞ്ചി ഒന്ന് മൂത്തതിന് ശേഷമാണ് കറിവേപ്പില ചേർക്കുന്നത്. നല്ലോണം കറിവേപ്പില എത്രത്തോളം ഇടുന്നത് അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളിയാണ്. 1/2 കപ്പ് നിങ്ങൾക്ക് ചെറിയുള്ളി തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ 1/2 കപ്പ് ചെറിയുള്ളിയും 1 സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. ഈ സവാളക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളിയിൽ തന്നെ ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റാണ്. ഈ കട്ട് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട. കാരണം ട്രഡീഷണലായിട്ട് നമ്മൾ ഈ ചെറിയുള്ളിയും കൂടി അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക, നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ സമയം നമുക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കുക. ഈ മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മൾ പൊടികളായിട്ട് ചേർക്കുന്നത്, ബാക്കിയൊക്കെ നമ്മൾ ഇവിടുന്ന് അരച്ച് ചെയ്ത മസാലയാണ്. അപ്പോൾ ഇത് ഈ സമയം മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ഇതിൻ്റെ പച്ച മണമൊന്ന് മാറിക്കിട്ടും. അപ്പം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ആ പച്ചമണം മാറിക്കഴിയുന്നവരെ നമുക്കത് വഴറ്റി കൊടുക്കുക. ഇതേപോലെ നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. നമുക്ക് തക്കാളി 1 തക്കാളി മതി. ഇത് തക്കാളി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. ഇപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് 1 തക്കാളിയെ ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് വെന്ത് വരുന്നവരെ, അതായത് ഒന്ന് ഉടഞ്ഞ് വരുന്നവരെ വഴറ്റി കൊടുക്കുക. നമ്മൾ ഈ സമയം ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇത്ര വരെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. അപ്പോൾ അതേവരെ നമുക്കൊന്ന് നല്ലോണം വഴറ്റി അതൊന്ന് ഉടഞ്ഞ് വരുമ്പം ഇതേപോലെ ഇതേപോലെ നല്ലോണം ഒന്ന് തക്കാളി നല്ലോണം ഒന്ന് ഉടഞ്ഞു. അതിപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കുന്നു. ഈ സമയം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് ഈ മിക്സിയിലെ ബാക്കിയിലെ വെള്ളം കൂടി ഒന്ന് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പം ബാക്കി ആ മിക്സിയിൽ കുറച്ചും കൂടി വെള്ളമൊഴിച്ച് ഇതേപോലെ ഒന്ന് വഴറ്റുക. അപ്പോൾ ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വഴറ്റി ആ വെള്ളമൊക്കെ ഒന്ന് വഴറ്റി ഒന്നും കൂടി ഡ്രൈ ആയി ഇപ്പോൾ ഇതിലേക്ക് കിടന്ന് ഈ എണ്ണയിൽ കിടന്ന് ഈ മസാല നല്ല റോസ്റ്റായി വരുമ്പോൾ ഇതിൻ്റെ പച്ചമണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവും. അപ്പോൾ ഇതേപോലെ ഒന്ന് നല്ല ഫ്രൈ ആക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകമാകുമ്പം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതേപോലെ നല്ല മസാലയുടെ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നല്ല കളറൊക്കെ ഒന്ന് മാറി. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളകാണ് ചേർത്തിട്ടുള്ളത്, ഉണക്കമുളക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളറ് ഇപ്പോൾ ഈ ഒരു കളറ് വന്നത്. ഇല്ലെങ്കിൽ നമ്മൾ സാധാ മുളകാണെങ്കിൽ കുറച്ചും കൂടി ലൈറ്റ് കളറായിരിക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കിലോ ചിക്കനാണ് ചേർത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്നും അധികം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലേക്ക് ലിവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതേപോലെ ചേർത്ത് നല്ലോണം മസാലയോട് കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഈ മസാല മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അതിൽ തന്നെ വേകുമ്പോഴാണ് അതിന് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ഈ ഒന്ന് ചിക്കനിലേക്ക് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചിക്കനിൽ നിന്ന് ഇതേപോലെ വെള്ളം ഇറങ്ങി വരും. ഈ വെള്ളത്തിൽ തന്നെ വെന്ത് വരുമ്പോഴാണ് ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഈ സമയമാണ് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളം. നിങ്ങൾ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത്. എപ്പോഴും ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ അടച്ച് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഈ സമയം വേണമെങ്കിൽ ഇപ്പം കറിയൊക്കെ റെഡിയായി ചിക്കൻ വെന്തോ നോക്കുക. അപ്പോൾ ചിക്കൻ്റെ എല്ലിൽ നിന്നൊക്കെ പീസ് ഇളകി വരുമ്പോൾ അതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെന്ത് വന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ കറി റെഡിയായി. പക്ഷേ കുറച്ചും കൂടി ഞാൻ വറ്റിച്ചെടുക്കുമെന്ന്. എനിക്ക് കുറച്ചും കൂടി ഇത്ര ഗ്രേവി വേണ്ട. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാകത്തിൽ വേണമെങ്കിൽ എടുക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ കുറച്ചും കൂടി ഒന്ന് അടച്ചിട്ടിട്ട് വേവിച്ചെടുക്കുമെന്ന്. അതായത് വേവിച്ചാൽ നമ്മളൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതാ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ ഈ സമയം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് കറിവേപ്പില ഒരുപാട് ചേർത്ത് കൊടുത്താൽ അത്രയും നല്ല ടേസ്റ്റാണ്. അതേപോലെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഒരു നിർബന്ധവും. കാരണം ഞാൻ ഇതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചേർത്ത് നോക്ക്. കാരണം നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർക്കുമ്പം. കറക്റ്റ് അതിൻ്റെ പുളിയൊക്കെ നല്ല കറക്റ്റാവും. അപ്പോൾ നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ആ മസാലയാക്കുന്ന ചെറിയൊരു പാടേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും.